മണ്ഡലത്തിലെ കർത്താവിന്റെ ദാസന്മാരെ, വിശ്വാസികളെ, കുഞ്ഞുങ്ങളെ, അതിഥികളായി കടന്നു വന്നിരിക്കുന്ന പല പ്രോഗ്രാമുകളും കണ്ടും കേട്ടും ഒഴുകിയിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയെ കുറച്ച് സമയത്തേക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ ഒരിക്കൽ സഹോദരി സമാജത്തിന്റെ വാർഷികം അറിഞ്ഞ് നാട്ടിൽ നിന്ന് ചില സഹോദരിമാർ നമ്മളെ സന്ദർശിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സംഗീതത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സഭയാണ് നമ്മളുടേത്. അതുകൊണ്ടാകാം വന്ന സഹോദരിമാരെല്ലാവരും സംഗീതത്തിൽ അതിനിപുണരാണ്. ഈ വേദിയിലേക്ക് അവരെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി കത്രീനാമ. കത്രീനാമ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളല്ല. സംഗീതത്തിലെ ആനപ്പാടി ദേവനെ പോലും വെല്ലുന്ന സഹോദരിയാണ് കത്രീനാമ. ഈ സഹോദരിയെ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പുന്നക്കാട്ടെ പെന്തക്കോസ്ത് ചർച്ചിലെ അംഗമായിരിക്കുന്ന പൊന്നമ്മ അമ്മച്ചി. പത്മശ്രീ പൊന്നമ്മ അതിസമ്പന്നയാണെന്ന് ഒഴിച്ച വേറൊരു കാരണവും ഈ പത്മശ്രീ ലഭിക്കുന്നതിനുണ്ടെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇതുവരെ തോന്നിയിട്ടില്ല. ഈ പൊന്നമ്മ അമ്മച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാൻ കുമ്പളാമൊയ്യിൽ നിന്ന് വന്ന കുഞ്ഞമ്മ. വാചകത്തിലും പാട്ടിലും അതിനോട് രണ്ടിലും കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞമ്മയെ ഒരിക്കലും മറക്കില്ല. അമ്മച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ മാവേലിക്കരയിൽ നിന്നും വന്ന മറിയാമ്മ. രാഷ്ട്രീയ കളരിയിൽ വൈദ്യുതറിഞ്ഞ മറിയാമ്മയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറും എന്നുള്ളതാണ്. ഈ മറിയാമ്മ അമ്മച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി തോലശ്ശേരി തെയ്യാമ്മ. തെയ്യം തക തെയ്യം നല്ലൊരു നർത്തകിയും ഈ അമ്മച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അവസാനമായി കുണ്ടറയിൽ നിന്നും കടന്നു വരുന്ന നമ്മുടെ പ്രിയ ക്ഷണിച്ചുകൊള്ളുന്നു. നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ആയതുകൊണ്ടാകാം ഇവരോട് എന്ത് ചോദിച്ചാലും ഇവർ പാട്ടിലൂടെ മാത്രമേ മറുപടി പറയുള്ളൂ. എങ്ങനെയുള്ള അമ്മച്ചിമാരെ ഇങ്ങോട്ടുള്ള യാത്ര? ഉള്ള കാര്യം പറയണമല്ലോ അമ്മച്ചിമാരെ. നിങ്ങളെ ഈ വസ്ത്രത്തിൽ കാണുവാൻ നല്ല ഭംഗിയുണ്ട്, ശരിയല്ലേ? കേരളമാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കാണോ നാട്ടിൽ നിന്ന് വന്നത്? അതോ അപ്പച്ചന്മാരും അല്ല നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ?
പറയുവാനുള്ളത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമ്മുടെ സഭയുടെ വളർച്ചയെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ നിന്നയോളം അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ. പൊതുവായി സഭയോട് വല്ലതും പറയുവാനുണ്ടോ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുമായി താമസമേറെയില്ല. നാട്ടിലേക്ക് എന്നാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ പോവാരെ. മനസ്സറിയുടെ മഹോന്നത ഭരണേ വാഗ്ദനം പ്രിയകാമേ. നല്ലൊരു